വെൽക്കം മൈ ഡിയർ സ്റ്റുഡൻസ്. ഇന്ന് നമ്മൾ പുതിയൊരു സെക്ഷനിലേക്കാണ് കിടക്കുന്നത്. നമ്മുടെ ഡിസ്കഷൻ, നമ്മുടെ പുതിയ സെക്ഷൻ സെന്റർ ഓഫ് കർവേച്ചർ. നമ്മൾ കർവേച്ചർ എന്താണെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തു. റേഡിയസ് ഓഫ് കർവേച്ചർ ഡിസ്കസ് ചെയ്തു. റേഡിയസ് ഓഫ് കർവേച്ചർ ഡിഫൈൻ ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യുന്നത്, നമ്മളൊരു ആർബിട്രറി ഒരു കർവ് നമ്മൾ ഡിഫൈൻ ചെയ്യും. ഒരു ആർബിട്രറി ആയിട്ടുള്ള ഒരു കർവാണ്. ആ കർവിന് ബെൻഡിങ് ഉണ്ട്. ഓക്കെ, സോ ഇത് y ആക്സിസ് കൺസിഡർ ഇത് x ആക്സിസ്, ഇത് സ്ട്രൈറ്റ് ലൈൻ, അത് സ്ട്രൈറ്റ് അല്ല. സോ കർവ് x ആക്സിന് പാരലൽ ആകാത്തിടത്തോളം കാലം അതിന്റെ കർവേച്ചർ നോട്ട് ഈക്വൽ ടു 0. സോ ഐ കൺസിഡർ എ പോയിന്റ്. ഈ ഒരു പോയിന്റ് എടുക്കുന്നു. ആ പോയിന്റിൽ കർവേച്ചർ നോട്ട് ഈക്വൽ ടു 0 ആണ്, കാരണം ഈ പോയിന്റിൽ ബെൻഡിങ് ഉണ്ട്. അപ്പൊ നമുക്ക് ആ പോയിന്റിൽ വി ക്യാൻ ഓൾവേസ് ഡിഫൈൻ എ സർക്കിൾ എന്ന് പറഞ്ഞു, സച്ച് ദാറ്റ് ഈ സർക്കിളും ഈ കർവും സെയിം പോയിന്റിലാണ് ടച്ച് ചെയ്യുന്നത്. ദെൻ നമുക്ക് സർക്കിളിന്റെ കർവേച്ചർ എന്ന് പറയുന്നത് അതിന്റെ റേഡിയസ് ആണ്. സോ ഈ സർക്കിൾ ഡിഫൈൻ ചെയ്യുമ്പോൾ ഇതിന്റെ റേഡിയസ് ഷുഡ് ബി ഈക്വൽ ടു 1 by curvature, or curvature should be equal to 1 by radius. Okay, അപ്പൊ അതിന്റെ റേഡിയസ് എന്ന് പറയുന്നത് 1 by curvature of the curve ആണ്. ഓക്കെ, ഇതാണ് നമ്മൾ പഠിച്ച റിലേഷൻ. കാരണം ആ റിലേഷൻ കിട്ടിയത് സർക്കിളിന്റെ കർവേച്ചറും അതിന്റെ റേഡിയസും തമ്മിലുള്ള റിലേഷനാണ്. ഇതിന്റെ ഈ റേഡിയസിനെയാണ് നമ്മൾ റേഡിയസ് ഓഫ് കർവേച്ചർ എന്ന് വിളിച്ചത്. ഈ റേഡിയസ് ആണ് നമ്മൾ ഡിഫൈൻ ചെയ്തത്. അപ്പോൾ അതും കർവിന്റെ കർവേച്ചറും തമ്മിലുള്ള റിലേഷൻ 1 by curvature should be equal to radius of curvature എന്നുള്ളതാണ്. സോ നമുക്ക് കർവിന്റെ ഒരു പോയിന്റിൽ നോൺ സീറോ കർവേച്ചർ ഉണ്ടെങ്കിൽ we can always define its radius of curvature. സോ ഇതാണ് നമ്മൾ പഠിച്ചത്. ഇനി അപ്പോൾ ഈ സർക്കിളിന്റെ റേഡിയസ് കണ്ടുപിടിച്ചു. ഇനി നമ്മുടെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഈ സർക്കിളിന്റെ equation of our circle of curvature. Okay, കാരണം ആ കർവിന്റെ കർവേച്ചർ ഡിഫൈൻ ചെയ്തത് ആ സർക്കിൾ വെച്ചിട്ടാണ്, ഈ റിലേഷൻ വെച്ചിട്ട്. അപ്പൊ ഈ സർക്കിളിന്റെ ഇക്വേഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ രണ്ട് കാര്യങ്ങൾ കിട്ടണം. ഒന്ന്, അതിന്റെ റേഡിയസ്, അതിപ്പോ കിട്ടിക്കഴിഞ്ഞു, അതാണ് റോ. രണ്ടാമത്തേത് അതിന്റെ സെന്റർ. ഓക്കെ, അതാണ് നമ്മളുടെ ഒബ്ജക്റ്റീവ്. നമ്മളപ്പോൾ ഫസ്റ്റ് ഒബ്ജക്റ്റീവ് സാറ്റിസ്ഫൈ ചെയ്തു, നമ്മൾ റേഡിയസ് കണ്ടുപിടിച്ചു, അതിന്റെ എക്സ്പ്രഷൻ നമ്മൾ കണ്ടുപിടിച്ചു. അടുത്ത നമ്മുടെ ഒബ്ജക്റ്റീവ് ആണ് ഇതിന്റെ സെന്റർ. ഈ സർക്കിളിന്റെ സെന്ററിനെയാണ് നമ്മൾ സെന്റർ ഓഫ് കർവേച്ചർ എന്ന് വിളിക്കുന്നത്. ഓക്കെ, സോ നമ്മൾ ഒരു കർവ് എടുത്തു, അതിന്റെ കർവേച്ചർ നോട്ട് ഈക്വൽ ടു 0 ആണ്. From that point we can define a circle which passes through that point. Then the radius of such circle is called the radius of curvature, and the center of that circle is called center of curvature. ഇനി ഇതിനെ നമുക്ക് വേറൊരു രീതിയിലും we can define. Okay, ആ ഡെഫിനിഷൻ ഇതാണ്. നമ്മൾ ഈ പോയിന്റ് എടുക്കുമ്പോൾ ആ പോയിന്റ് കൂടെ പാസ് ചെയ്യുന്ന ഒരു ടാൻജന്റ് കാണും. ഇതാണ് നമ്മുടെ ടാൻജന്റ്. ഓക്കെ, അപ്പൊ ഈ ലൈനാണ്, നോക്കി, ഇതിന്റെ ഈ ടാൻജന്റിന് പെർപെൻഡിക്കുലർ ആയ ലൈനാണ് ശരിക്കും നമ്മൾ ആ ലൈൻ റോ ഡിസ്റ്റൻസ് എടുക്കുമ്പോഴാണ് നമുക്ക് സെന്റർ കിട്ടുന്നത്. കാരണം ഇതാണ് നമ്മുടെ പോയിന്റ്, ആ പോയിന്റിൽ കൂടാണ് ടാൻജന്റ് പാസ് ചെയ്യുന്നത്. ആ പോയിന്റിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് ഈ ലൈൻ ഇരിക്കുന്നത്. ടാൻജന്റിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ലൈനാണ് നോർമൽ എന്ന് വിളിക്കുന്നത്. ഓക്കെ, സോ ബേസിക്കലി നമുക്ക് സെന്റർ ഓഫ് കർവേച്ചറിനെ നമുക്ക് ഇങ്ങനെ വിളിക്കാം: ഒരു കർവിന്റെ ഒരു പോയിന്റിൽ കൂടി പാസ് ചെയ്യുന്ന നോർമൽ എടുക്കുക. ആ നോർമലിനെ റോ ഡിസ്റ്റൻസ് അകലെയുള്ള പോയിന്റിനെയാണ് നമ്മൾ സെന്റർ ഓഫ് കർവേച്ചർ എന്ന് പറയുന്നത്. സോ അതാണ് സെന്റർ ഓഫ് കർവേച്ചറിന്റെ ഡെഫിനിഷൻ ആയിട്ട് എടുക്കുന്നത്. സോ ഇഫ് യു ടേക്ക് എ കർവ് വിത്ത് നോൺ സീറോ കർവേച്ചർ അറ്റ് എ പോയിന്റ്, then its radius of its center of curvature should be equal to what we defined as
consider its normal. Okay, and in that normal we take a point which is of rho distance from the point on the curve in the normal. Okay, so that's why this ആ പോയിന്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, സെന്റർ ഓഫ് കർവേച്ചർ എന്ന് വിളിക്കുന്നത്. നമ്മൾ സർക്കിൾ ഓഫ് കർവേച്ചർ എടുക്കുന്നു. ആ സർക്കിൾ ഓഫ് കർവേച്ചറിന്റെ അകത്തെ റേഡിയസ് പാർട്ട് എന്ന് പറയുന്നത് ആ കർവിന്റെ ടാൻജന്റിന്റെ പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ലൈനിലാണ്. ഓക്കെ, ആ ലൈനിന്റെ അകത്ത് ആ ലൈനെയാണ് നമ്മൾ നോർമൽ എന്ന് വിളിക്കുന്നത്. ആ നോർമൽ റോ ഡിസ്റ്റൻസ് അകലെ ആ നോർമലിന്റെ അകത്തെ ഡിഫൈൻ ചെയ്യുന്ന പോയിന്റിനെയാണ് നമ്മൾ സെന്റർ ഓഫ് കർവേച്ചർ എന്ന് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. ഓക്കെ, സോ ദിസ് ഈസ് വാട്ട് സെന്റർ ഓഫ് കർവേച്ചർ. ഫോർ സം ഓഡ് റീസൺ നിങ്ങളുടെ പുസ്തകത്തിൽ സെന്ററിനെ CENT ആണെന്നാണ് എഴുതിയിരിക്കുന്നത്. സാധാരണ CENTE ആണ് എഴുതേണ്ടത്. സോ ഞാൻ നിങ്ങളുടെ പുസ്തകത്തിലുള്ള അതേ സെന്ററിന്റെ സ്പെല്ലിംഗ് തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. സോ ഡോണ്ട് ഗെറ്റ് മീ അതർവൈസ്. ഓക്കെ, സോ ഇതാണ് സെന്റർ ഓഫ് കർവേച്ചർ എന്ന് നമ്മൾ ഡിഫൈൻ ചെയ്യും. ഇതിന്റെ ഡെഫിനിഷൻ ആയിട്ട് നമുക്ക് പറയാം, the center of curvature of a curve at a point P is a point which lies on the positive direction of the normal at P and is a distance rho. ഞാൻ പറഞ്ഞ പോലെ തന്നെ പോയിന്റ് എടുക്കുക, ടാൻജന്റ് വരയ്ക്കുക, ടാൻജന്റിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള നോർമൽ എടുക്കുക, ആ നോർമലിന്റെ അകത്തെ റോ ഡിസ്റ്റൻസ് അകലെയുള്ള പോയിന്റിനെയാണ് നമ്മൾ സെന്റർ ഓഫ് കർവേച്ചർ എന്ന് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഒബ്ജക്റ്റീവ്. ഓക്കെ, നമ്മൾ സാധാരണ ചെയ്തത് കൂട്ട് തന്നെ നമ്മൾ ആദ്യം സെന്റർ ഓഫ് കർവേച്ചർ ഡിഫൈൻ ചെയ്യുന്നു. അടുത്തത് സെന്റർ ഓഫ് കർവേച്ചറിന്റെ ഇക്വേഷൻ, എക്സ്പ്രഷൻ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒബ്ജക്റ്റീവ്. ഓക്കെ, അതെങ്ങനെ കണ്ടുപിടിക്കാം? വളരെ എളുപ്പമാണ്. ഇൻ ദിസ് ഇവിടെ ഒരു കർവ് ഉണ്ട്. ആ കർവാണ് ഇങ്ങനെ ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഈ വട്ടത്തിൽ വെച്ചിരിക്കുന്ന ഈ കർവ്. ആ കർവിന്റെ ഒരു പോയിന്റ് ആണ് PXY. അപ്പോൾ ഈ ഡിസ്റ്റൻസ് ആണ് x, ഇതാണ് ഒറിജിൻ. ഈ OL എന്ന് പറയുന്ന ഡിസ്റ്റൻസ് ആണ് നമ്മൾ x ആയിട്ട് എടുക്കുക. ഓക്കെ, അതുപോലെ തന്നെ ഈ ഡിസ്റ്റൻസ് ആണ് y. അപ്പൊ PL എന്ന് പറഞ്ഞ ഡിസ്റ്റൻസ് ആണ് y എന്ന് പറയും. ഓക്കെ, അപ്പൊ നമ്മൾ ഈ പോയിന്റിൽ കൂടെ പാസ് ചെയ്യുന്ന ടാൻജന്റ് വരച്ചു. ആ ടാൻജന്റ് ആണ് PT എന്ന് വിളിക്കുന്നത്. അപ്പൊ PT എന്നുള്ളത് ടാൻജന്റ് ആണ്. അത് എക്സ് ആക്സുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിളിനെയാണ് നമ്മൾ സൈ എന്ന് വിളിക്കുന്നത്. നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്, ആർക്ക് ലെങ്തിനകത്ത് പറഞ്ഞതാണ്. അങ്ങനെയാണെങ്കിൽ അതിന്റെ സെൻട്രൽ ആംഗിളും സൈ തന്നെ ആയിരിക്കുമെന്ന് ഓൾറെഡി നമ്മൾ പറഞ്ഞതാണ്. ഈ ആംഗിൾ സൈ ആണെങ്കിൽ ഈ ആംഗിളും സൈ തന്നെയായിരിക്കും. ഓക്കെ, അപ്പൊ നമ്മൾ ഇനിയും ചെയ്യുന്നത്, നമ്മൾ ഈ പോയിന്റിൽ കൂടി എക്സ് ആക്സിന് പാരലായിട്ട് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുന്നു, ഒരു സ്ട്രെയിറ്റ് ലൈൻ സെഗ്മെന്റ് വരയ്ക്കുന്നു. അതുപോലെ തന്നെ അപ്പോൾ ഈ പോയിന്റിൽ കൂടെ നമ്മൾ ടാൻജന്റ് വരച്ചു, ടാൻജന്റിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഒരു നോർമൽ വരച്ചു. ഓക്കെ, ആ നോർമലിന്റെ റോ ഡിസ്റ്റൻസ് അകലെയുള്ള പോയിന്റ് എടുത്തു C. അപ്പൊ C ആണ് നമ്മുടെ സെന്റർ ഓഫ് കർവേച്ചർ എന്ന് വിളിക്കുന്നത്. അപ്പൊ നമ്മുടെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് C കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പൊ സിയുടെ X കോർഡിനേറ്റും Y കോർഡിനേറ്റും കണ്ടെത്തുക എന്നുള്ളതാണ് നമ്മുടെ ഒബ്ജക്റ്റീവ്. അപ്പൊ നമ്മൾ സിയുടെ X കോർഡിനേറ്റ് എന്ന് പറയുന്നത്, Y കോർഡിനേറ്റ് എന്ന് പറയുന്നത് ഈ ഒറിജിൻ സിയിൽ നിന്ന് താഴോട്ട് ഒരു സ്ട്രെയിറ്റ് ലൈൻ Y ആക്സിന് പാരലായിട്ട് ഒരു ലൈൻ വരച്ചാൽ ആ ലൈൻ സെഗ്മെന്റിന്റെ ലെങ്ത് ആണ് സിയുടെ Y കോർഡിനേറ്റ്. സോ അതിന്റെ Y കോർഡിനേറ്റ് ഞാൻ ക്യാപിറ്റൽ Y എന്ന് കൊടുക്കുന്നു. സോ ക്യാപിറ്റൽ Y ഷുഡ് ബി ഈക്വൽ ടു CM. ഓക്കെ, അപ്പോൾ അതിന്റെ X കോർഡിനേറ്റ് എന്ന് പറയുന്നത് ഇവിടുന്ന് ഇവിടം വരെയുള്ള ഈ ഡിസ്റ്റൻസ് ആണ്. ഈ ഡിസ്റ്റൻസ് ആണ് അതിന്റെ X കോർഡിനേറ്റ്. സോ ആ ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ ഇവിടുന്ന് ഓയിൽ നിന്ന് L വരെയുള്ള ഡിസ്റ്റൻസ് മൈനസ് ഓയിൽ നിന്ന് M വരെയുള്ള ഡിസ്റ്റൻസ് ആണ് ശരിക്കും, സോറി, ഓയിൽ നിന്ന് L വരെയുള്ള ഡിസ്റ്റൻസ് മൈനസ് Lൽ നിന്ന് M വരെയുള്ള ഡിസ്റ്റൻസ് ആണ് ശരിക്കും ഈ OM എന്ന് പറയുന്നത്. അപ്പൊ ബേസിക്കലി അതിന്റെ X കോർഡിനേറ്റ് എന്ന് പറയുന്നത് OM ആണ്, ഇവിടെ നിന്ന് ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ്. OM-നെ നമുക്ക് OL മൈനസ് LM എന്ന് എഴുതാം. ഈ
ഇവിടെ നിന്ന് ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ് മൈനസ് ഈ ഡിസ്റ്റൻസ്, അല്ലെങ്കിൽ എൻ എമ്മും പി എമ്മും സെയിം ആയതുകൊണ്ട് വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് OL മൈനസ് പി എൻ. സോ OL എന്നുള്ളത് എക്സ് ആണ് ഓൾറെഡി പറഞ്ഞു. സോ എക്സ് മൈനസ് പി എൻ. സോ നമ്മുടെ സെന്റർ ഓഫ് കർവേച്ചറിന്റെ എക്സ് കോർഡിനേറ്റ് എക്സ് മൈനസ് പി എൻ ആണ്. പി എൻ നമുക്ക് അറിയില്ല. അതുപോലെ തന്നെ സെന്റർ ഓഫ് കർവേച്ചറിന്റെ വൈ കോർഡിനേറ്റ് എന്ന് പറയുന്നത് സി എം ആണ്. സി എമ്മിനെ നമുക്ക് എം എൻ പ്ലസ് സി എൻ എന്ന് എഴുതാം. ഈ എം എന്നിന്റെ ഡിസ്റ്റൻസും പി എല്ലിന്റെ ഡിസ്റ്റൻസും സെയിം ആണ്. സോ പി എൽ പ്ലസ് സി എൻ എന്ന് എഴുതാൻ സാധിക്കും. ഈ ഡിസ്റ്റൻസ് പ്ലസ് ഈ ഡിസ്റ്റൻസും സെയിം ആണ്. പി എൽ എന്ന് വെച്ചാൽ വൈ കോർഡിനേറ്റ് ആണ്. സോ വൈ പ്ലസ് സി എൻ. സോ നെക്സ്റ്റ് ഒബ്ജക്റ്റീവ് ഈസ് പി എന്നിന്റെയും സി എന്നിന്റെയും വാല്യൂ കണ്ടെത്തുക എന്നുള്ളതാണ് നമ്മുടെ അടുത്ത ഒബ്ജക്റ്റീവ്. അപ്പൊ അതിനുവേണ്ടി നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മളിവിടെ ഈ ട്രയാങ്കിൾ കംപ്ലീറ്റ് ചെയ്യുന്നു. ഈ ട്രയാങ്കിൾ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ക്ലിയർലി ദിസ് ഈസ് എ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ. അപ്പൊ കൺസിഡർ ട്രയാങ്കിൾ സി എൻ പി. ഓക്കെ, അതിന്റെ ആംഗിൾ സൈ ആണ്. അപ്പം നമുക്ക് അതിൽ നിന്ന് സൈൻ സൈ ഷുഡ് ബി ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് പി എൻ ബൈ ഹൈപ്പോട്ടിന്യൂസ്. ഇതാണ് 90 ഡിഗ്രി, അതിന്റെ ഓപ്പോസിറ്റ് റോ. സോ പി എൻ ബൈ റോ. അതിൽ നിന്ന് പി എൻ ഷുഡ് ബി ഈക്വൽ ടു റോ സൈൻ സൈ എന്ന് എഴുതാം. സിമിലർലി ആ ട്രയാങ്കിൾ നിന്ന് കോസ് സൈ ഷുഡ് ബി ഈക്വൽ ടു സി എൻ അഡ്ജസന്റ് സൈഡ് ബൈ ഹൈപ്പോട്ടിന്യൂസ്, ദാറ്റ് ഈസ് സി എൻ ബൈ റോ എന്ന് എഴുതാം. ഇതിൽ നിന്ന് സി എൻ ഷുഡ് ബി ഈക്വൽ ടു റോ കോസ് സൈ. ഓക്കെ, സോ നമുക്ക് പി എന്നിന്റെയും സി എന്നിന്റെയും വാല്യൂ നമുക്ക് കിട്ടി. നെക്സ്റ്റ് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ സെന്റർ ഓഫ് കർവേച്ചർ എക്സ് വൈ ആണെങ്കിൽ ഓക്കെ, അതിന്റെ എക്സ് എന്ന് പറയുന്നത് നമ്മുടെ കർവിന്റെ പോയിന്റ് ആയ എക്സ് മൈനസ് പി എൻ ആണ്. പി എൻ എന്നുള്ളത് റോ സൈൻ സൈ ആണ്. അതിന്റെ വൈ കോർഡിനേറ്റ് എന്നുള്ളത് വൈ പ്ലസ് ഒ എന്നാണ്. ദാറ്റ് ഈസ് കർവിന്റെ പോയിന്റ് വൈ പ്ലസ് ഐ തിങ്ക് ഒ എന്നല്ല സി എൻ. സി എൻ എന്ന് പറയുന്നത് റോ കോസ് സൈ. ഈ സൈ എന്നുള്ളത് ടാൻജന്റും എക്സ് ആക്സിസും തമ്മിലുള്ള ആംഗിൾ ആണ്. റോ എന്ന് പറയുന്നത് റേഡിയസ് ഓഫ് കർവേച്ചർ ആണ്. സോ ദീസ് ആർ ദ തിങ്സ്. അപ്പൊ എക്സ് കോർഡിനേറ്റും വൈ കോർഡിനേറ്റും കിട്ടി. ഇനി പ്രശ്നം ഇവിടെ റോയും സൈൻ സൈയും നമുക്ക് എക്സും വൈയും ഈ എക്സിന്റെയും വൈയുടെയും ടേംസിലാണ് കിട്ടേണ്ടത്. ക്യാപിറ്റൽ എക്സും ക്യാപിറ്റൽ വൈയും ഈ സ്മോൾ എക്സിന്റെയും സ്മോൾ വൈയുടെയും ടേംസിലാണ് കിട്ടേണ്ടത്. പക്ഷെ ഇവിടെ റോ ഉണ്ട്, അപ്പം സൈ ഉണ്ട്. ഇതൊന്നും എക്സിന്റെയും വൈയുടെയും ടേംസിലല്ല നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പൊ നെക്സ്റ്റ് ഒബ്ജക്റ്റീവ് ഈസ് ഇതിനെയൊക്കെ നമ്മൾ എക്സിന്റെയും വൈയുടെയും ടേംസിലോട്ട് മാറ്റി എഴുതുക എന്നുള്ളതാണ് നമ്മുടെ അടുത്ത ഒബ്ജക്റ്റീവ്. അതെങ്ങനെ ചെയ്യും എന്നുള്ളതാണ് നമ്മൾ അടുത്തതായിട്ട് കണ്ടെത്താൻ ശ്രമിക്കുന്നത്. സോ അത് നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.